ഇതിൻ്റെ ഓറിജിൻ വന്ന് വളരെ സിമ്പിളാണ്. കാരണം എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻസ് ആണെങ്കിൽ ഗോഡ്സിലയുടെ DNA എടുത്തിട്ട് സ്പേസിലോട്ട് വിടും. സോ സ്പേസിലോട്ട് പോയ നമ്മുടെ ഈ ഗോഡ്സിലെ DNA വന്ന് നിങ്ങൾ ആലോചിക്കുക എന്തിനാണ് ഇവർ ഗോഡ്സിലയുടെ DNA എടുത്ത് സ്പേസ് വിട്ടതിന്, അത് അവന്മാർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ സ്പേസിൽ പോയ ഗോഡ്സിലയുടെ ആ ഒരു DNA സെൽസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബ്ലാക്ക് ഹോൾ വഴി കയറി അവിടെ നിന്ന് എന്താ പറയുക റീമേജ്ഡ് ആയിട്ട് വൈറ്റ് ഹോൾ വഴി വെളി വരും. അതിൽ പ്രധാനമായിട്ട് ഒരു ക്രിസ്റ്റലൈൻ ഓർഗാനിസമായിട്ട് ഇത് ഇവോൾവ് ആയാണ് ഇത് ഫൈനലായിട്ട് സ്പേസ് ഗോഡ്സിലായിട്ട് മാറുന്നത്. സോ ഒരു ക്രിസ്റ്റലൈസ് ഓർഗാനിസം എന്താണെന്ന് വെച്ചാൽ അത് ഈ സ്പേസിലുള്ള ഒരു ടൈപ്പ് ഒരു എന്താ പറയുക ഒരു മൾട്ടി സെല്ലുലർ ഓർഗാനിസമാണ്. സോ അപ്പോൾ അതൊക്കെ ആയിട്ട് മെർജായിട്ടാണ് ഇത് സ്പേസ് ഗോഡ്സിലായിട്ട് ഫൈനലായിട്ട് മാറുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഓറിജിൻ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഓറിജിനാണ്. അപ്പോൾ ഈ ഒരു സ്പേസ് ഗോഡ്സില ഫസ്റ്റ് ടൈം അപ്പിയറൻസ് നടത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ 1994 വന്ന് ഗോഡ്സില വേഴ്സസ് സ്പേസ് ഗോഡ്സില എന്നൊരു മൂവിയിലാണ്. അപ്പോൾ ഇതിനൊന്ന് നിറയെ പേരുകളുണ്ട്. ഗോഡ് ഓഫ് ഡിസ്ട്രക്ഷൻ, ഡെത്ത് കൊറോണ, ക്രിസ്റ്റൽ മോൺസ്റ്റർ, അങ്ങനെ പല നെയിംസൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡിസ്ട്രോയർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. കാരണം ഇപ്പോൾ മോൺസ്റ്റർ വേഴ്സിൽ തന്നെ ഡിസ്ട്രോയറും പ്രൊട്ടക്ടറും കാറ്റഗറി പെടുന്ന ടൈറ്റൻസ് ഉണ്ട്. നമ്മുടെ ഗോഡ്സിലയും കോങ്ങും ഒക്കെ ഒരു പ്രൊട്ടക്ടർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. ബട്ട് ഇത് വന്ന് ഡിസ്ട്രോയർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. കാരണം ഇതുപോലെ ഒരു പക്ക ഈവിളായിട്ടുള്ള ഒരു ടൈറ്റനാണ്. പിന്നെ വന്ന് ഇതിൻ്റെ പവേഴ്സിലോട്ടൊക്കെ നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇത് വന്ന് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ടൈറ്റനാണ്. നിറയെ പവേഴ്സ് ഈ ഒരു സ്പേസ് ഗോഡ്സിലേക്ക് ഉണ്ട്. അതിൽ പ്രധാനമായിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത്തും സ്പീഡും അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്.